ഹലോ ഗൈസ്, ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ, അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ആയാലും ഇപ്പോൾ ഓൾറെഡി ഇൻകം മേടിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ട് വീഡിയോനെ കുറിച്ചാണ്. ഷോർട്ട് വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ സബ് അടിച്ച് കയറ്റാനും അതേപോലെ തന്നെ നിങ്ങൾ തമിഴിൽ കണ്ട വെറുതെ അല്ല, നമുക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. തമിഴിൽ കണ്ട അതേ കാര്യങ്ങൾ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സബ് കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2025 എങ്ങനെയാണ് നമ്മുടെ വീഡിയോ വൈറലാക്കുന്നത്, നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നത്, ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാകും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒരുപാട് കാലം മുമ്പ് നമ്മുടെ ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെയാണ് യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബിലേക്ക് വന്നു തുടങ്ങി. അതുവരെ ലോങ് വീഡിയോ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് വീഡിയോയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഷോർട്ട് വീഡിയോ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഷോർട്ട് വീഡിയോ തുടങ്ങിയ എല്ലാവരും തന്നെ, അതായത് ലോങ് വീഡിയോൻ്റെ കൂടെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും, ലോങ് വീഡിയോ അല്ലാണ്ട് ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ കേൽബ്രോ ഒക്കെ ഇപ്പം മില്യൺ അല്ല കോടിക്കണക്കിന് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റൊണാൾഡോനെയൊക്കെ തോപ്പിച്ചത് നമുക്കറിയാമല്ലോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ. അതേപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ആ ഒരു ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് ഷോർട്ട് വീഡിയോ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് തുടങ്ങി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒരുപാട് പേര് വലിയ നിലയിൽ എത്തിക്കുന്നുണ്ട്. അത് 1 ലക്ഷം 2 ലക്ഷം സബ്ബൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം മില്യൺ കണക്കിന് സബ്ബുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അന്നേരമൊക്കെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. അതായത് അന്നേരം ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരെ യൂട്യൂബ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം യൂട്യൂബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അൽഗോരിതത്തിനനുസരിച്ച് നമുക്കറിയാം, ഒരു മാനുഷികമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല ഈ അൽഗോരിതം സംഭവം എന്നൊക്കെ. പക്ഷെ അത് ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലോങ് വീഡിയോക്കാലും ഷോർട്ട് വീഡിയോക്കാലും യൂട്യൂബ് ഏകദേശം തുല്യ പ്രാധാന്യം തന്നെയായി കൊടുക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഷോർട്ട് വീഡിയോക്കാണ് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂ വരാനും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കാനും സാധ്യതയുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5 ടിപ്സാണ് പറയാൻ പോകുന്നത്. ഈ 5 ടിപ്സ് നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് 2025 വൈറലാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് 5 ടിപ്സ് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 3 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറയുന്നത് ഈ 3 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തീരെ എൻഗേജ് ഇല്ല, എൻ്റെ വീഡിയോ തീരെ ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് എൻഗേജ്മെൻറ്റ് കുറവാണെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. നിങ്ങൾക്കറിയാം, നമ്മളാണെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യമൊക്കെ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഓപ്പണായി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 5 സെക്കൻഡ്, ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നമ്മൾ നോക്കും. എത്ര മോശം വീഡിയോ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നമ്മൾ നോക്കും, ഇതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കും. ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് വരണം, ആൾക്കാരെ ആ ഒരു വീഡിയോയിൽ പിടിച്ചിരുത്തണം. ഇതാണ്, അതായത് ഹുക്ക് ചെയ്യാന്ന് പറയും. അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് നമ്മളെ ആ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ട്, ഇത് മുഴുവൻ കാണണമെന്ന് ആഗ്രഹം തോന്നിപ്പിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോ 100% നിങ്ങളുടെ വീഡിയോ വൈറലാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി നമ്മുടെ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഐഡിയയിൽ, എന്താ പറയുക, നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ എന്താണോ നിങ്ങൾക്ക് 5 സെക്കൻഡ്, ആദ്യത്തെ 5 സെക്കൻഡ് ആൾക്കാരെ പിടിച്ചിരുത്താൻ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോനകത്ത് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ നേരം കാണാൻ വേണ്ടി ആൾക്കാർ നോക്കും. ഈ 3 മിനിറ്റുള്ള വീഡിയോൻ്റെ വ്യൂ കുറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിൻ്റെ കാരണം തന്നെ നമ്മൾ വീഡിയോ ആൾക്കാർ പെട്ടെന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈറലാകാത്തത്. 3 മിനിറ്റുള്ള വീഡിയോ വെച്ചാൽ നമുക്കറിയാം, 1 മിനിറ്റുള്ള വീഡിയോ തന്നെ ആൾക്കാർ കണ്ടു തീർക്കാൻ വേണ്ടി പാടാണ്. കാരണം ഈ ഒരു വാച്ച് ടൈം അനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ അയക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 70%, അതായത് ഒരു 40 സെക്കൻഡെങ്കിലും നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നിയിട്ട് പിന്നെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്. അതേസമയം
5 സെക്കൻഡ് കണ്ട് 6 സെക്കൻഡ് കണ്ടിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടാവില്ല, തീരെ റീച്ച് ഉണ്ടാകത്തില്ല, യൂട്യൂബ് പിന്നെ ആ ഒരു വീഡിയോ സ്റ്റക്കായി കളയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആദ്യത്തെ 5 സെക്കൻഡ് നിങ്ങൾ ആൾക്കാരെ, ഒന്നാമത്തെ പോയിൻ്റാണ് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള കാര്യമാണ് എഡിറ്റിംഗ് എന്നുള്ളത്. രണ്ടാമത്തെ പോയിൻ്റാണ് എഡിറ്റിംഗ്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എഡിറ്റിങ്ങിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിന് ഒരു ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മുടെ ഷോർട്ടിൻ്റെ അകത്ത്. ഇപ്പോൾ 2025 തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ആപ്പുകൾ, മറ്റേ ആപ്പുകൾ, അങ്ങനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല പണ്ടത്തെ ആൾക്കാരല്ല, പണ്ടത്തെ പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് ഇപ്പം വരുന്നത്. അപ്പം എഡിറ്റിംഗ്, നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയ്ക്കകത്ത് എഡിറ്റിംഗ് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചാനലിനെ റീച്ചിലോട്ട് കൊണ്ടുവരും. നിങ്ങളുടെ വീഡിയോസ് റീച്ച് ആകാൻ സാധ്യതയുള്ള സംഭവമാണ് എഡിറ്റിംഗ്. എത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ആ ഒരു എന്താ പറയുക പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിലെ ആ വീഡിയോസ്, ഷോർട്ട് വീഡിയോ വൈറലാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നമുക്ക് ഈ 2025 നമുക്ക് വർക്ക് എന്താ പറയുക, അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പോയിന്റുകളാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റാണ്, എപ്പോഴും പറയുന്ന പോയിന്റാണ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ലോങ് വീഡിയോയ്ക്ക് പിന്നെയും കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ലോങ് വീഡിയോ കണ്ടന്റ് ഉള്ളതാണ് കയറും. പക്ഷേ ഷോർട്ട് വീഡിയോയ്ക്ക് അത് അന്നും ഇന്നും എല്ലാം ഒരുപോലെയുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് 5 ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു സമയത്തൊരു വീഡിയോ ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് ചെയ്താലും നിങ്ങളുടെ വീഡിയോ കയറൂല. ഒരുപാട് പേരുടെ സംശയമാണ് വീഡിയോ കയറാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനും കയറൂല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 വീഡിയോ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അത് കൂടുതൽ വീഡിയോ ഇടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ദിവസം 2 ഷോർട്ട് വീഡിയോ വെച്ചിട്ട് അത് കറക്റ്റ് ടൈം ഫിക്സ് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് മോശമാണെങ്കിൽ തന്നെയും കയറും. അതാണ് പ്രശ്നം. ചില ആൾക്കാർ വരെ കണ്ടന്റ് നല്ലതാണ് മാത്രം, പക്ഷേ കണ്ടന്റ് മോശമാണെങ്കിൽ തന്നെയും ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവന്ന് കഴിയുമ്പം നിങ്ങളുടെ വീഡിയോ കയറാൻ 99% ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോഴും ഞാൻ ഒരുപാട് നിങ്ങൾക്കറിയാം എനിക്ക് എൻ്റെ ആദ്യത്തെ ചാനൽ ജെജോസ് വ്ലോഗ് എന്ന ചാനലിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ സമയത്ത് എനിക്ക് നല്ല വ്യൂ ഉണ്ട്, മില്യൺ കണക്കിന് വ്യൂ ഉണ്ടായിരുന്ന ചാനലാണ് ഷോർട്ട് വീഡിയോയ്ക്ക്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല. ഇപ്പം ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ നമുക്ക് സമയം കിട്ടില്ല. ആ ഒരു സമയത്ത് അങ്ങനെ ഇടാണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 1000-2000 വ്യൂ ആണ് വരുന്നത്. മില്യൺ കണക്കിന് വ്യൂ കിട്ടിക്കുന്ന ചാനലിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2000-1000 വ്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നാലാമതായിട്ട് വരുന്ന നമുക്ക് എന്താ പറയുക പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് നമുക്കറിയാം ഇപ്പം 3 മിനിറ്റ് വരെയുള്ള വീഡിയോ ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളിപ്പം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ എത്ര ലെങ്ത് കുറയ്ക്കാവോ സ്റ്റാർട്ടിങ്ങിൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനുള്ള കാര്യമാണ് പറയുന്നത്. പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് എത്ര ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യാവോ അത്രയും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവും. കാരണം ഞാനത് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 15 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരു മാസം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ കയറും. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഓഡിയൻസിൻ്റെ വാച്ച് ടൈം, അത് എത്ര ടൈം വാച്ച് ചെയ്യുന്നു, വ്യൂ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് ഷോർട്ട് വീഡിയോ യൂട്യൂബ് കൂടുതൽ വൈറലാക്കുന്നത്, ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്. അപ്പം ഈ 3 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഓഡിയൻസിൻ്റെ ആ ഒരു വാച്ച് ടൈം, വ്യൂ ഡ്യൂറേഷൻ കുറവായിരിക്കും. അതായത് ഒരു ആൾക്കാരെ എങ്ങനെ കളിച്ചാലും 3 മിനിറ്റുള്ള വീഡിയോ അത്രയ്ക്ക് നല്ല വീഡിയോ അല്ലെങ്കിൽ ഒരു 10-40-30 സെക്കൻഡ് ആകുമ്പോൾ ആൾക്കാർ കട്ടാക്കി പോകും. അതേസമയം ഒരു 30 സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ 30 സെക്കൻഡ് തന്നെ കാണാൻ സാധ്യതയുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹുക്കൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ, നല്ല എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 30 സെക്കൻഡിൽ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ 30 സെക്കൻഡും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മൊത്തമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും, കൂടുതൽ ആൾക്കാരോട്ട് എത്താൻ സാധ്യത. അപ്പോൾ 3 മിനിറ്റുള്ള വീഡിയോ ഇടണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇടാം, ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് ലെങ്ത് കുറഞ്ഞ വീഡിയോ, നിങ്ങൾക്ക് എത്ര നല്ല കണ്ടന്റ് ഉണ്ടാക്കാനാവോ കണ്ടന്റ് ഉണ്ടാക്കണം. അതിനനുസരിച്ച് കൂടുതൽ ലെങ്ത് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ചാനൽ റീച്ച് ആകാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അവസാനം അടുത്തായിട്ടുള്ള ടോപ്പിക്ക്, ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോന്നു കഴിഞ്ഞാലും നമുക്ക് അടുത്തതായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടേതായ രീതി വീഡിയോ ചെയ്യാണ്ട് നമുക്ക് ട്രെൻഡിങ് ആയുള്ള ടോപ്പിക്ക്, നിങ്ങളിപ്പം യൂട്യൂബ് സെർച്ച് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂട്യൂബ് കാണുന്ന ആൾക്കാരാണ്, യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്താണോ ഇപ്പോഴത്തെ ട്രെൻഡിങ്.
ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ഷോർട്ട് വീഡിയോ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ച്. അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിനോടൊപ്പം തന്നെ ട്രെൻഡിങ് മ്യൂസിക്കും കൂടെ, ട്രെൻഡിങ് സോങ്സും കൂടെ. നിങ്ങൾക്കറിയാം ഓരോ സമയത്ത് നമ്മളിപ്പം നമ്മുടെ കണ്ടന്റിനേക്കാളും കൂടുതലായിട്ട് ഈ ട്രെൻഡിങ് കാറ്റഗറിക്കും ട്രെൻഡിങ് സോങ്സിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് നമ്മൾ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് റീച്ച് ആണെന്ന് കാണാം. അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കാറ്റഗറി, ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി കണ്ടന്റ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതും റീച്ച് ആവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാറ്റഗറി, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ അതിനകത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. നല്ല നല്ല കുറച്ച് ഷോർട്ടൊക്കെ ചെയ്യുന്ന നല്ല നല്ല യൂട്യൂബേഴ്സ് നോക്കി, കാരണം അവരുടെ വീഡിയോ നോക്കിയാൽ മതി. അവർ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം അത് അവർക്ക് അതിനുള്ള റീച്ച് കിട്ടും. കാരണം അവർ ഉപയോഗിക്കുന്ന സോങ്സ് ഓൾറെഡി ട്രെൻഡിങ് ആയിക്കോളും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് സോങ്സ്, ട്രെൻഡിങ് എന്താ പറയുക കാറ്റഗറി, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ വൈറലാക്കാൻ നോക്കുക. ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ 5 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 5 പോയിന്റുകളും നിങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ 100%. ഈ ഒരു കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. എല്ലാവരും പകുതിയാകുമ്പം വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാണ്ടായിരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് പറയുന്നതാണ്, നമ്മൾ കുറേ പേര് ജിമ്മിൽ പോകുന്നുണ്ട്. ഈ 2025 ആകുമ്പോൾ എല്ലാവർക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ആവേശമാണ്. 2025 എനിക്ക് എന്തൊക്കെയോ ഒന്ന് ആകണം. 2025 കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും. കാരണം ഞാനും പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് ജിമ്മിൽ. അപ്പോൾ 2025 ലാസ്റ്റാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം എൻ്റെ കൂടെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയി ജോയിൻ ചെയ്തത്. അതേപോലെ തന്നെ ഒരുപാട് പേര് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് 2025 സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ആവേശമായിരുന്നു. നമുക്ക് 2025 എന്തോ വലിയ കാര്യമായിട്ടാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശരീരത്തിന് വേദന തുടങ്ങി. നമുക്ക് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ വേദന വന്നു തുടങ്ങിയപ്പം എല്ലാവരും ഓരോ വഴിക്ക് പോകാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ കാര്യം. അവിടെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ യൂട്യൂബ് നമ്മൾ വിജയിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന് വ്യൂവിനെ വകവെക്കാതെ, വ്യൂ വരുന്നത് നോക്കാതെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ റീച്ച് ആകുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം റീച്ചുണ്ട്. നമ്മൾ റീച്ചുള്ള സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു 2000, 1000, 1500 അത്ര വ്യൂയൊക്കെ വരുള്ളൂ. ഇപ്പം നമുക്ക് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂ ഉണ്ടാകാൻ തുടങ്ങി. അത് എന്താണ് കാരണം വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ.